تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجو. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, ഐ വെൽക്കം ഓൾ ഓഫ് യു ഇൻ ഇസ്ലാമിക് ഗ്രീറ്റിംഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ്, മെഴ്സി ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബി അപ്പോൺ ഓൾ ഓഫ് യു. ആലിം ലേണിംഗ് ഓൺലൈൻ മദ്രസയുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം. എന്തിനാണ് നമ്മളെ കുട്ടികൾ നമ്മൾ മദ്രസയിൽ വിടുന്നത്? അല്ലേ, മക്കൾക്ക് ഇസ്ലാമിക് വാല്യൂസ് കിട്ടാൻ, ഖുർആൻ പഠിക്കുന്നതൊക്കെയാണ്. ഇതിലൊക്കെ ഉപരി വലിയ മറ്റൊരു കാര്യമുണ്ട് നമ്മളെ മക്കളെ മദ്രസയിലേക്ക് വിടാൻ. എന്താണെന്നറിയോ? നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ബാക്കിയാവുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ മരണപ്പെട്ടാൽ ബാക്കിയാവുന്ന 3 കാര്യങ്ങൾ? നിങ്ങളൊക്കെ പഠിച്ച ഹദീസാണ്. ഏതാണ് നമ്മൾ മരണപ്പെട്ടാൽ ബാക്കിയാവുന്ന 3 കാര്യങ്ങൾ? നിങ്ങൾ പറഞ്ഞോളി, ഏതൊക്കെയാണ്? 1, 2, 3. യെസ്, പലരും പറഞ്ഞു മാഷാ അല്ലാഹ്. നമ്മൾ മരണപ്പെട്ടാൽ ബാക്കിയാവുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് സ്വതഖ ജാരിയാണ്, അതായത് നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ. രണ്ടാമത്തത് ബെനിഫിഷ്യൽ നോളജ്. മൂന്നാമത്തത് ദുആ ഓഫ് പയസ് ചിൽഡ്രൻ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. സ്വതഖ ജാരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പള്ളിക്ക് നമ്മൾ ദാനധർമ്മം കൊടുത്തെന്ന് വിചാരിക്കാം. ആ പള്ളിയിൽ എത്ര കാലം ആളുകൾ നിസ്കരിക്കുന്നു അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരു മദ്രസയ്ക്ക് വേണ്ടി നമ്മൾ സഹായിച്ചു, ആ മദ്രസയിൽ എത്ര കാലം കുട്ടികൾ പഠിക്കുന്നുണ്ടോ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് എന്ത്? സ്വതഖ ജാരിയ. 2, ബെനിഫിഷ്യൽ നോളജ്, അതായത് ഉപകാരപ്രദമായ അറിവ്, ഇൽമുൻ നാഫിയ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഇസ്ലാമിക് പുസ്തകം കിട്ടി, അത് നിങ്ങളൊരു 10 ആൾക്കാർ പുസ്തകം നിങ്ങൾ വായിക്കാൻ കൊടുത്തു. ആ 10 ആളുകളും അതൊന്ന് വായിച്ചിട്ട് അവർ നോളജ് നേടി അവർ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം ഒരു തുള്ളി പോലും പറയാണ്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ കുട്ടി എത്ര കാലം ജീവിതത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് ഖുർആനിലെ ഫാത്തിഹ ഓതുന്നോ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണെന്ത്? ഇൽമുൻ നാഫിയ. ഇത് നമ്മൾ മരണപ്പെട്ടാലും ബാക്കിയാവും. മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ് ദുആ ഓഫ് പയസ് ചിൽഡ്രൻ. ഒരു സ്വാലിഹായ കുട്ടിയുടെ പ്രാർത്ഥന നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് ബാക്കിയാവും. അപ്പോൾ നമ്മുടെ മക്കളെ മദ്രസയിൽ വിടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വുഡ് സേ നമ്മുടെ മക്കൾ നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി മാറാൻ വേണ്ടിയാണ് നമ്മുടെ മക്കളെ നമ്മൾ മദ്രസയിൽ വിടുന്നത്. സോ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ദുആ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അവർക്ക് മികച്ച ഇസ്ലാമിക വിദ്യാഭ്യാസം നമ്മൾ നൽകണം. ഏതെങ്കിലും കുട്ടീൻ്റെ പ്രാർത്ഥന അല്ല പറഞ്ഞത്. സ്വാലിഹായ മക്കൾ, നല്ല ദീനി വിദ്യാഭ്യാസം ലഭിച്ച, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. സോ നമ്മുടെ മക്കൾക്ക് മികച്ച ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകണമെന്നുള്ള നെയ്യത്തോടു കൂടി 2012 കാലിക്കറ്റിൽ ആരംഭിച്ചൊരു സ്ഥാപനമാണ് ആലിം. നമ്മൾ പണ്ട് ഓഫ്ലൈനായിട്ട് ഗ്രൂപ്പായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു നടത്തിയിരുന്നത്. അൽഹംദുലില്ലാഹ് ഏകദേശം 2012 മുതൽ ഇന്ന് ഏകദേശം 12-ലധികം വർഷം കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും പേരൻസിനെയും ഒക്കെ ദീനി വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. എന്നാലും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓൺലൈൻ മദ്രസയാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടിയും ഒരു ടീച്ചറും നമ്മുടെ കുട്ടിക്ക് വേണ്ടി മാത്രമായി ഒരു പേഴ്സണലൈസ്ഡ്, ഒരു ഡെഡിക്കേറ്റഡ് ടീച്ചർ നൽകിക്കൊണ്ട് ഉള്ള മദ്രസയാണ് ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പായിട്ടുള്ള ഓൺലൈൻ മദ്രസ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് നമുക്ക് എല്ലാ കുട്ടിയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. ഓരോ കുട്ടിയുടെയും ലേണിംഗ് ടൈപ്പും ലേണിംഗ് സ്പീഡും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു ഡെഡിക്കേറ്റഡ് ടീച്ചർ നൽകിക്കൊണ്ടുള്ള മദ്രസയാണ് ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. ഹൈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമുക്കറിയാം ഓരോ കുട്ടിയുടെയും പഠിക്കുന്ന സ്പീഡ് ഡിഫറെൻ്റ് ആണ്. ചില കുട്ടികൾ സ്പീഡിൽ പഠിക്കും, ചില ആൾക്കാർ സ്ലോയിൽ പഠിക്കും. ചില കുട്ടികൾ നല്ല പോലെ പഠിക്കും, പെട്ടെന്ന് പഠിക്കും. ചില കുട്ടികളോ കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പായിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും ഓരോ കുട്ടികളുടെ നീഡ്സ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസയിൽ നിങ്ങളുടെ കുട്ടി നല്ലൊരു സ്പീഡ് ലേണർ ആണെങ്കിൽ, നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഖുർആനും കൂടുതൽ ദുആകളും ഒക്കെ സ്പീഡിൽ പഠിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ കുട്ടി ഒരു സ്ലോ ലേണർ ആണെങ്കിലോ ആ കുട്ടിക്ക് മനസ്സിലാക്കി മാമിന് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും നമുക്ക് ഗ്രൂപ്പ് ക്ലാസ് ആവുന്ന സമയത്ത് ഈ ഒരു കാര്യം സാധിക്കില്ല. സോ ഇതാണ് ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസയുടെ ഒന്നാമത്തെ ബെനിഫിറ്റ്, ഹൈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. 2, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടുമ്പുറത്തെ മദ്രസകളൊക്കെ കുട്ടികൾ രാവിലെ 7:30 മണിക്ക് തന്നെ 7 മണിക്ക് ക്ലാസ് തുടങ്ങും. കുട്ടികൾ 7:30 മണിക്ക് സ്കൂൾ ബസ് വരുന്നതെന്ന് പറഞ്ഞു പോകും. അപ്പോൾ അതുമൂലം കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ പനി വന്നാലോ
മറ്റ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായാലോ ഒരു കാരണം കൊണ്ട് നമുക്കൊരു ക്ലാസ് മിസ്സാവില്ല. കാരണം നമ്മുടെ കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു ടീച്ചർ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് ക്ലാസ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദ ഫൗണ്ടേഷൻ. അതായത് ചില കുട്ടികൾ മദ്രസയിലൊന്നും പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഒരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ 9 വയസ്സ് വരെ കുട്ടിക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടിയില്ല എന്ന് വിചാരിക്കുക. പ്രോപ്പറായി അത് ചിലപ്പോൾ താമസം പ്രശ്നം, തൻ്റെ വീടിനടുത്ത് മദ്രസ ഇല്ലാത്തതുകൊണ്ടാവാം, ചിലപ്പോൾ യാത്രകൾ കൊണ്ടാവാം, ചിലപ്പോൾ വേറെ വേറെ ലൊക്കേഷനിൽ താമസിച്ചപ്പോൾ അവിടെ നിന്ന് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാവാം, മറ്റു പറഞ്ഞ കാരണങ്ങൾ കൊണ്ടും കുട്ടിക്ക് പ്രോപ്പറായി ഇസ്ലാമിക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 9-10 വയസ്സുള്ള കുട്ടീനെ അവനക്കൊന്നും അറിയില്ല. നമുക്ക് 1-ാം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റുമോ? ഇല്ല. 1-ാം ക്ലാസ്സിൽ 6 വയസ്സുള്ള ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടാകാം. അപ്പോൾ ആ കുഞ്ഞു കുട്ടികളെ കൂടെ ഈ കുട്ടീനെ നമുക്ക് ഇരുത്താൻ പറ്റില്ല. എന്നാലോ ഈ 10 വയസ്സുള്ള കുട്ടീനെ നമുക്ക് മദ്രസയിൽ 4-ാം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റുമോ? അവിടെ ഇരുത്താൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടീനെ 4-ാം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല, 1-ാം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല. കാരണം 4-ാം ക്ലാസ്സിൽ ഹയർ സബ്ജക്ട്സ് ഒക്കെ ആവും പഠിപ്പിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൺവെൻഷണൽ മദ്രസയിൽ ഈ കുട്ടികളെ നമുക്ക് ഇരുത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നോർമലി സംഭവിക്കുക ഈ കുട്ടി ഇങ്ങനെ പഠിക്കാണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് ഇങ്ങനെ പോവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ഇപ്പോൾ ഏത് ലെവലിലാണെങ്കിൽ പോലും ആ കുട്ടിക്ക് വേണ്ട സ്ട്രോങ് ഫൗണ്ടേഷൻ നൽകി ബേസിക്സ് മുതൽ ലെറ്റേഴ്സ് മുതൽ പഠിപ്പിച്ച് ആ ഒരു ഏജിൻ്റെ നോളജിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടി മാത്രം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസയുടെ വലിയൊരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ടൊരു ബെനിഫിറ്റാണ് വി വിൽ ടീച്ച് തജ്വീദ് ഫ്രം ഡേ 1. പലപ്പോഴും മദ്രസകളിൽ 5-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ആണ് തജ്വീദ് എന്ന സബ്ജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ തജ്വീദ് പൂർണ്ണമായിട്ടും കുട്ടികൾ പഠിക്കില്ല. എന്നാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസ സിലബസിൽ നമ്മൾ ഡേ 1 മുതൽ കുട്ടികൾക്ക് തജ്വീദ് ഒരു സബ്ജക്റ്റ് ആയിക്കൊണ്ട് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതായത് അറബിക് റീഡിംഗ് മുതൽ നമ്മൾ തജ്വീദ് അനുസരിച്ചാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. സോ നമ്മുടെ കുട്ടികൾ അൽഹംദുലില്ലാഹ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഖുർആൻ വളരെ നല്ല രീതിയിൽ തന്നെ തജ്വീദോട് കൂടി ഓതാൻ പ്രാപ്തരാകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ ഡേ 1 മുതൽ തജ്വീദ് പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസയുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സുകൾ. സോ ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസയുടെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ചൂസ് യുവർ കൺവീനിയൻറ്റ് ടൈം. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ കുട്ടിയുടെ സ്കൂൾ പഠനത്തിനെയും അതുപോലെ തന്നെ പേരൻസിൻ്റെ ജോലിയെയും ഒന്നും ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കുട്ടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെൻറ്ററെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. ആ മെൻറ്ററുടെ ഒരു ഡെമോ ക്ലാസ് നിങ്ങൾ നൽകും. ആ ക്ലാസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ആ മെൻറ്ററെ നമുക്ക് നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഫിക്സ് ചെയ്താൽ മതി. ഇൻ കേസ് നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മെൻറ്ററിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വന്നു, മറ്റോ പങ്ക്ച്വാലിറ്റിയുടെ വിഷയത്തിലോ അങ്ങനെ എന്ത് ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരികയാണെങ്കിലും ഞങ്ങൾ അറിയിക്കുകയാണെങ്കിൽ എനി ടൈം നമുക്ക് മറ്റൊരു ടീച്ചറെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. പലപ്പോഴും നമുക്ക് സ്കൂളിലൊന്നും നമ്മളുടെ കുട്ടികളുടെ ടീച്ചറെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. ഏതെങ്കിലും ഒരു ടീച്ചർ തരും, മാനേജ്മെൻറ്റ് തരും. ചില ടീച്ചേഴ്സിന് നമുക്ക് ഇഷ്ടമാവും, ചില ടീച്ചേഴ്സിന് കുട്ടികൾക്ക് ഇഷ്ടാവില്ല. ടീച്ചറെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല കുട്ടികളും പല സബ്ജക്റ്റും പഠിക്കാണ്ടാവുന്നത് ആ ടീച്ചറോടുള്ള വെറുപ്പ് മൂലമാണ്. സ്കൂളിലെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കുട്ടീനെ ടീച്ചറെ ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ക്ലാസ്സിൽ ഒരു പക്ഷേ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ നൽകുന്ന മെൻറ്ററെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ആ മെൻറ്ററെ നമുക്ക് നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്താൽ മതി. യൂഷ്വലി നമ്മൾ ഓരോ ടീച്ചറെയും ഒരു ഏകദേശം 6 സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഓരോ ടീച്ചേഴ്സിനെയും നമ്മൾ എടുക്കുന്നത്. അവരുടെ തജ്വീദ് ടെസ്റ്റ് ചെയ്യും, അവരുടെ പ്രസൻറ്റേഷൻ സ്കിൽ ടെസ്റ്റ് ചെയ്യും. പരമാവധി നമ്മൾ അവരുടെ സ്കിൽസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് എനി ടൈം നിങ്ങളുടെ ടീച്ചറെ നിങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റിത്തരാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സം ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് അവർ ഇൻഡിവിജ്വൽ ഓൺലൈൻ മദ്രസ. സോ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ നൽകുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രോപ്പറായി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ സ്കൂളിൽ തിരക്കാണ് എന്നൊക്കെ പല എക്സ്ക്യൂസും വെച്ചുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പ്രോപ്പറായ ദീനി വിദ്യാഭ്യാസം നൽകിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ? ഒന്നാമത്തെ കാര്യം, യു ആർ ആൻസറബിൾ ടു അല്ലാഹ് സുബ്ഹാനഹു വ തആല, ബിക്കോസ് അല്ലാഹ് സേസ് ഇൻ ഖുർആൻ ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 28, വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നോ, നിങ്ങൾ അറിയണം, your wealth and children are a test for you. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് നമ്മുടെ വെൽത്തും നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളെയും. സോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഓരോ മക്കളെയും ശുദ്ധ പ്രകൃതിയിലാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത്. പിന്നെ ആ മക്കളുടെ ദീന്
ദീന് നന്നായതും ദീന് കൊളാക്കിയതിലും ഒക്കെ വലിയ പങ്ക് പേരൻസിനാണുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ആൻസറബിളാണ്. നമ്മുടെ മക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അമാനത്തായിട്ട് ഏൽപ്പിച്ചാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ നൽകൽ ഓരോ പേരൻ്റെയും ബാധ്യതയാണ്. അതർവൈസ് യു ആർ ആൻസറബിൾ ടു അള്ളാഹു സുബ്ഹാനഹു വ തആല. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് ചെറിയ പ്രായത്തിൽ അവർക്ക് ഇസ്ലാമിക് വാല്യൂസൊക്കെ അവരിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അവർ പ്രായം കൂടുന്നതിനനുസരിച്ച് അവരിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനോ ഇസ്ലാമിക് വാല്യൂസൊക്കെ അവരോട് പറയാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കുട്ടീനെ 6 വയസ്സുള്ള കുട്ടീനെ നമ്മൾ നിസ്കരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അതുവരെ പറയാണ്ട് ഒരു കുട്ടീനോട് നമ്മൾ 17-ാം വയസ്സിൽ നമ്മളൊരു നിസ്കരിക്കണം, നീ കറക്റ്റായിട്ട് സുബഹിക്ക് പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അനുസരിക്കുമോ? ഇല്ല. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇസ്ലാമിക് വാല്യൂസ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഇതിലെല്ലാം ഉപരി മക്കൾക്ക് പ്രോപ്പറായ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ നമ്മൾ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ you will not get any kinds of mental peace in this life, and of course 100% you are not going to get any types of mental peace in your hereafter life. അതായത് മനസ്സമാധാനം നമുക്ക് മക്കളെ കൊണ്ട് ദുനിയാവിലും ഉണ്ടാവില്ല, പരലോകത്തും ഉണ്ടാവില്ല. സോ ഇതാണ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങളോട് എൻ്റെ ഒരു വസീയത്തായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കൾക്ക് മികച്ച ഇസ്ലാമിക് വിദ്യാഭ്യാസം കൊടുക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ ചേർത്തണമെന്നൊരു നിർബന്ധമില്ല. ഓപ്ഷൻ നമ്പർ 1, നിങ്ങളുടെ വീടിനടുത്ത് നല്ല മദ്രസ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അവിടെ നിങ്ങൾ ചേർത്തണം. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ദീനി വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങളുടെ റിലേറ്റീവ്സോ കസിൻസോ അങ്ങനെ ആരെങ്കിലും അവരെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കാം. ഓൺലൈനിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസും കിട്ടിയിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം ഇവിടെ ഉണ്ട്. സോ വാട്ടെവർ എവിടെയാണെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് മികച്ച ഇസ്ലാമിക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിൽ ആസ്ക് us about ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഓഫ് അവർ ചിൽഡ്രൻ. സോ നമ്മുടെ മക്കൾക്ക് മികച്ച ഇസ്ലാമിക് വിദ്യാഭ്യാസം നൽകി നമുക്ക് കൺകുളിർമയേകുന്ന മക്കളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.